ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് കഴിഞ്ഞ അനേക വർഷങ്ങളിൽ ദൈവവചന ശുശ്രൂഷയിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും ശുശ്രൂഷ കൂട്ടായ്മയിലും വിവിധ ധ്യാന സെൻറ്ററുകളിലും ഒക്കെ പോയി ശുശ്രൂഷ ചെയ്തപ്പോഴും അനേകർ പ്രാർത്ഥിക്കാൻ വന്നപ്പോഴും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴും എല്ലാം ഫോണിൽ കൂടെ പോലും പ്രാർത്ഥിച്ച അവസരങ്ങളുണ്ട്. പറഞ്ഞു കൊടുത്തിട്ടുള്ളതിൽ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന രണ്ട് വചനങ്ങളാണ്. ഒന്ന് സങ്കീർത്തനം 68:28. രണ്ടാമത്തെ വചനമാണ് ലൂക്ക 1:35. അത്ഭുതം നടക്കും, ബന്ധനങ്ങൾ പടിയിറങ്ങും, പിശാച് വിട്ടുപോകും. പിശാച് യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ വേണം. അല്ലെങ്കിൽ ഒത്തിരി നാളായിട്ട് ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യം, അല്ലെങ്കിൽ ഞാനൊരു വിധവയാണല്ലോ, എൻ്റെ കൂടെ ആരും ഇല്ലല്ലോ, അല്ലെങ്കിൽ ഞാനൊരു പെണ്ണായിപ്പോയല്ലോ, അല്ലെങ്കിൽ MBA പഠിച്ചിട്ട് ഒരുപാട് പേര് ഇരിപ്പുണ്ട് ജോലി കിട്ടാതെ, ബിടെക് പഠിച്ചിട്ട് പൂർത്തീകരിക്കാൻ പറ്റാതെ കുറേ പേര് ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ ഈ കാലത്ത് എന്ത് ബിസിനസ് ചെയ്യാനാ, എന്ത് ജോലി ചെയ്യാനാ, എവിടെ പോകാനാ, ആര് തരാനാ, എന്തോരം ഡോക്ടർമാരുടെ അടുത്ത് പോയതാ, ഇനി എന്ത് മരുന്ന് കഴിക്കാനാ, ഇത് എന്നെയും കൊണ്ടേ പോകുള്ളൂ. ഇങ്ങനത്തെ നെഗറ്റീവ് വർത്തമാനങ്ങളെല്ലാം തലേന്ന് കളഞ്ഞേക്ക്. ഇനി മുതൽ പറയരുത്, അത് കേൾക്കാനും പോകരുത്. ഇതാ സർവശക്തനായ സൃഷ്ടാവായ ദൈവത്തിൽ വിശ്വസിച്ച് ഈ വചനം പറഞ്ഞ് ഒരു 33 പ്രാവശ്യം വെച്ച് 21 ദിവസം നിങ്ങൾ പ്രാർത്ഥിച്ചോ. ആ ഒരു സെൻസിൽ പ്രാർത്ഥിക്കുക. ദാനിയേലിന് വെളിപ്പെട്ട ദൈവശക്തി പോലെ ഇതാ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടും. യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്തിലെ പരസ്യജീവിതം ഇതാ കർത്താവ് പൂർത്തിയാക്കിയത് 33 വയസ്സ് വരെയാണ്. ആ 33 എന്ന ആ നമ്പർ, ആ നിയോഗം വെച്ച്, നമ്പറിൻ്റെ കണക്കിൻ്റെ ശക്തിയല്ല, ദൈവത്തിൻ്റെ ശക്തി പ്രാർത്ഥിക്കാൻ സഹായമാവുന്നതിന് വേണ്ടി പറഞ്ഞതാണ്. എന്താണ് സങ്കീർത്തനം 68:28 പറയുന്നത്? ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവമേ, അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ. തീർച്ചയായിട്ടും ശക്തി തുറന്നു വരും. ശക്തിയോടെ നിങ്ങൾക്ക് തുറന്നു കിട്ടും. നമ്മുടെ ശക്തിയെല്ലാം മറ്റിരിക്കുമ്പോൾ ഇതാ നമുക്ക് വേണ്ടി വലിയ സ്വർഗത്തിൻ്റെ ശക്തി, മരിച്ചുയർത്തിയതിൻ്റെ യേശുവിൻ്റെ ശക്തി, പരിശുദ്ധ തൃത്വത്തിൻ്റെ ശക്തി നമുക്ക് വേണ്ടി നിലകൊള്ളാൻ പ്രവർത്തിക്കാൻ തുടങ്ങും. മാറ്റങ്ങൾ സംഭവിക്കും, തെറ്റായ ബോധ്യങ്ങൾ മാറും, ശത്രുമിത്രമായി മാറും. ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം തന്നെ ഇത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നിങ്ങളിൽ പ്രവർത്തിച്ചു തുടങ്ങും. അടുത്ത വചനമാണ് ലൂക്ക 1:35. നിങ്ങളുടെ ജീവിതം തന്നെ അടിമുടി മറിയും. നിങ്ങൾ വിലയുള്ളവരാണെന്ന് തിരിച്ചറിയും. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ അവസിക്കും. ഇതാണ് ആ വചനം, ലൂക്ക 1:35. അതെ, സ്വർഗം പരിശുദ്ധ മറിയത്തിന് കൊടുത്ത, ഗബ്രിയേൽ മാലാഖയിലൂടെ കൊടുത്ത ഈ വചനം എൻ്റേതായിട്ട് നമ്മുടേതായിട്ടൊന്ന് സ്വീകരിച്ച്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. അതുകൊണ്ട് മനുഷ്യരുടെ കഴിവോ ശക്തിയോ അറ്റുകിടക്കുന്നിടത്തും പരാജയപ്പെട്ട് കിടക്കുന്നിടത്തും എങ്ങനെ സംഭവിക്കും, ആര് തരും, എവിടെ നിന്ന് കിട്ടും എന്ന് ചോദിക്കുന്ന വിഷയങ്ങളിലെല്ലാം എന്നും പറഞ്ഞ് നമ്മൾ അനങ്ങാതെ കാലം നീട്ടിയിരുന്ന ആരെങ്കിലും കൊണ്ടുവന്ന് തരും. അങ്ങനെയല്ല. ദൈവരാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്നല്ലേ പറയുന്നത്. നമ്മൾ പരിശ്രമിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ അന്വേഷിക്കണം, നമ്മൾ മുട്ടണം, തുറക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും എന്നൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ വചനം എൻ്റേതായിട്ട്, നമ്മുടേതായിട്ട്, എൻ്റെ കുടുംബത്തിൻ്റേതായിട്ട്, ഭർത്താവ് തലകറി കുടിച്ച് ഉന്മത്തനായി അല്ലെങ്കിൽ അടിപ്പെട്ട മക്കൾ, ഏതവസ്ഥയാട്ടെ, നിങ്ങൾ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത്ഭുതം നടക്കും. അത്ഭുതം നിങ്ങളുടെ വീടിൻ്റെ പടി കയറി വരും. ഇതാ ശത്രുമിത്രമായി മാറും, വെറുപ്പും മാറും. മരിച്ചാലും ശരിയാകുമ്പോഴില്ല, ചത്താലും ഞാൻ ക്ഷമിക്കൂല, അങ്ങനെ പറയുന്നവരൊക്കെ ഉണ്ട്. എങ്ങനെ ഞാൻ ഇങ്ങനെ ആയിത്തീർന്നു? അനുഭവങ്ങളിലൂടെ ബ്രദർ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇത്ര തറപ്പിച്ച് പറയുന്നത്. ഒരിക്കലും ശരിയാകാൻ പോകുന്നില്ല ബ്രദറെ. ശരിയാവണമെങ്കിൽ പണ്ട് ശരിയാണ്, ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല, എല്ലാം ജപ്തി ആകാറായി എന്നൊക്കെ പറഞ്ഞു വന്ന എത്രയോ കേസുകളാണെന്നറിയാമോ? വീട്ടിൽ ഒരാൾക്കെങ്കിലും ജോലി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഓരോരുത്തർക്കും ജോലി വഴി ദൈവം തെളിച്ചു കൊടുത്ത അത്ഭുതങ്ങൾ. കല്യാണം നടക്കുന്നില്ല, 42 വയസ്സായി എന്ന് പറഞ്ഞ് വന്ന കേസ് മുതൽ ഓർക്കുകയാണ്. ദൈവം പ്രവർത്തിക്കും. 25 വർഷമായിട്ട് വീടില്ലാതെ വാടക താമസിച്ച കുടുംബം ദൈവവചനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ബ്രദറേ ഭയങ്കര അത്ഭുതമായി പോയെന്നും പറഞ്ഞിട്ട് പലതവണ വിളിച്ച് പറഞ്ഞ ഓർക്കുകയാണ്. ദൈവം വഴി തുറക്കും. ദൈവം ആരെങ്കിലും പറഞ്ഞു വിടും. ഏതെങ്കിലും വാതിൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് തുറന്നു വെക്കും. അതിൽ നമ്മൾ എത്തിപ്പെടണം. ആ വഴി നമ്മൾ അന്വേഷിക്കണം. പക്ഷെ അതിനു മുമ്പ് ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ തുറക്കേണ്ടത് തുറന്നു തരണം, ക്ഷമിക്കേണ്ടത് ക്ഷമിക്കണം, പൊറുക്കണം, മാപ്പ് കൊടുക്കണം. ഉറച്ച ദൃഢമായ വിശ്വാസം. ഇതാ
വന്ധ്യത മാറി ഗർഭം ധരിക്കും. ഇതുപോലെ പ്രാർത്ഥിച്ച ഒരു കുടുംബം ലേറ്റ് മാരേജാണ് എന്നും പറഞ്ഞു മുട്ടം കരച്ചിലായിരുന്നു. പക്ഷേ ലേറ്റ് മാരേജുമായി വീണ്ടും കുഞ്ഞുങ്ങളില്ലാതെ വർഷങ്ങൾ. കർത്താവ് ഒരു കുഞ്ഞിനെയും കൊടുത്തു. ഇപ്പോൾ വീണ്ടും ഇരട്ട കുഞ്ഞുങ്ങളെ ഗർഭിണിയാണ്. അപ്പോൾ 3 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം വഴിയൊരുക്കുന്നു. 25 കൊല്ലമോ 30 കൊല്ലമോ 50 കൊല്ലമോ കാരണവന്മാരായിട്ട് വീടില്ലാത്ത അവസ്ഥയോ ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കും, മരിച്ചാലും ശരിയാവില്ല, അങ്ങനെ പറയല്ലേ. ദൈവത്തിൽ വിശ്വസിക്കുക. ലൂക്ക 1:35, സങ്കീർത്തനം 68:28. ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവമേ, അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ, കൊണ്ടുവന്ന് ഇട്ട് തരും. ഹിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാൻ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവില്ലെന്നല്ലേ സങ്കീർത്തനം 34:10 പറഞ്ഞിരിക്കുന്നത്. അത് എനിക്കും നിങ്ങൾക്ക് വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. പറയുന്നത് എനിക്കും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും. ഇത് വെറും വാക്കല്ല. പറയുന്നവരും പ്രവചിച്ചവരൊക്കെ മാറി മറിഞ്ഞു പോകും. പക്ഷെ കർത്താവിൻ്റെ വചനത്തിന് യാതൊരു മാറ്റമില്ല. ഉറച്ച് വിശ്വസിക്കുക. എന്തോരം ഉറച്ച് എത്രമാത്രം ആവർത്തി വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും, അത്ഭുതം നടന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമെങ്കിൽ ഇത് കിട്ടാത്ത മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയുടെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ പങ്കുകാരാകാം. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ. അങ്ങനെ എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് ബ്രദർ ഷൈജു ആദപ്പള്ളി. പ്രൈസ് ദി ലോർഡ്.